ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു രസകരമായ കാര്യം നോക്കിയാലോ? നോക്കൂ, നമ്മുടെ ഈ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? എല്ലാവരും ചേർന്ന് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. കിളി വിത്ത് നടുന്നു, ആന വെള്ളമൊഴിക്കുന്നു, എലി മണ്ണിളക്കുന്നു, കുറുക്കൻ പുല്ല് പറിക്കുന്നു. എല്ലാവരും ചേർന്ന് എത്ര ഭംഗിയായാണ് കൃഷി ചെയ്യുന്നത്. നമുക്കും ഇതുപോലെ കൂട്ടുകാരുമായി ചേർന്ന് ചെടികൾ നട്ടുപിടിപ്പിക്കാം. കൂട്ടുകാരെ, കൃഷി ചെയ്യാൻ നമുക്ക് കുറേ ഉപകരണങ്ങൾ വേണമല്ലേ? നമ്മുടെ ചിത്രത്തിലുള്ള മൃഗങ്ങൾ കൊണ്ടുവന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ. ട്രാക്ടർ നിലമുഴുതു മറിക്കാൻ സഹായിക്കുന്നു. പിക്കാസ് മണ്ണിളക്കാൻ ഉപയോഗിക്കുന്നു. അരിവാൾ പുല്ല് വെട്ടാനും കാട് വെട്ടാനും ഉപയോഗിക്കുന്നു. പുല്ലുമാറ്റി അനാവശ്യമായ പുല്ലും ഇലകളും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ മൃഗക്കൂട്ടുകാർ ഒരു വലിയ തീരുമാനമെടുക്കാൻ പോവുകയാണ്. കുരങ്ങച്ചൻ ചോദിക്കുന്നു, എന്തെല്ലാം കൃഷി ചെയ്യണം? എല്ലാവർക്കും ഓരോ അഭിപ്രായമാണല്ലേ? ആന പറയുന്നു, നെൽകൃഷി ചെയ്യാം. കിളി പറയുന്നു, വാഴകൃഷി ചെയ്യാം. എലി പറയുന്നു, കപ്പകൃഷി ചെയ്യാം. മുയൽ പറയുന്നു, പയർ കൃഷി ചെയ്യാം. എല്ലാവരും ചേർന്ന് അധ്വാനിച്ചാൽ നല്ല വിളവ് കിട്ടും. നമുക്കും കൃഷി ചെയ്യാം. കൂട്ടുകാരെ, നമുക്ക് ഈ പാട്ട് ഒന്നിച്ച് ചൊല്ലിയാലോ? കൃഷി ചെയ്യുന്ന ഓരോ ഘട്ടവും ഇതിൽ പറയുന്നുണ്ട്. മണ്ണു കിളയ്ക്കണം നന്നായി, മണ്ണു കിളയ്ക്കണം, നിലമൊരുക്കണം നന്നായി, നിലമൊരുക്കണം, വിത്തു വിതയ്ക്കണം നന്നായി, വിത്തു വിതയ്ക്കണം. ഇനി ഈ വരികൾ കൂടി ശ്രദ്ധിക്കൂ. കള പറിക്കണം നന്നായി, കള പറിക്കൽ. വെള്ളം നനയ്ക്കണം നന്നായി, വെള്ളം നനയ്ക്കൽ. അവസാനം എന്താണെന്നോ? എല്ലാം നന്നായി വന്നാലോ? നന്നായി നമ്മൾ കൊണ്ടാലോ കുട്ടികളെ? നോക്കൂ, നമ്മുടെ മൃഗങ്ങൾ കഷ്ടപ്പെട്ട് നട്ടുവളർത്തിയ കൃഷിയിടം നോക്കൂ. വിളവുകളെല്ലാം പാകമായി. ഇത് കണ്ടപ്പോൾ കുഞ്ഞാനയ്ക്കും കൂട്ടുകാർക്കും വലിയ സന്തോഷമായി. അവർ അതൊരു ഉത്സവമായി ആഘോഷിക്കുകയാണ്. വിളവെടുപ്പ് സമയമായി. കുഞ്ഞാനയും കൂട്ടുകാരും വളരെ സന്തോഷത്തിലാണ്. അവർക്ക് കൃഷിയിടത്തിൽ നിന്ന് ക്യാരറ്റ്, ചേമ്പ്, കരിമ്പ്, ചേന, തക്കാളി, വാഴപ്പഴം, വെണ്ട, വാഴ, പയർ, പാവയ്ക്ക, പടവലം, മത്തങ്ങ, നെല്ല് എന്നിവ ലഭിച്ചു. എല്ലാവരും ഒത്തുകൂടി വിളവെടുപ്പ് ആഘോഷിക്കുന്നു. അധ്വാനത്തിന്റെ ഫലം എത്ര മധുരമുള്ളതാണ്! നമ്മുടെ മൃഗക്കൂട്ടുകാർ വിളവെടുപ്പ് ആസ്വദിക്കുകയാണ്. അവർ പരസ്പരം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. മുയൽ, ഹായ്, എന്തൊരു രുചി! ആന, പഴത്തിനും നല്ല സ്വാദുണ്ട്. മൃഗങ്ങൾ പറയുന്നത് നോക്കൂ. എലി, കീഴുകകൾക്കും കിഴങ്ങുകൾക്കും നല്ല രുചിയാണ്. കിളി, കൃഷി ചെയ്തത് നന്നായി. മറ്റൊരു പക്ഷി, നെന്മണികളും കൊള്ളാം. എല്ലാം കണ്ട് കരടി പറയുന്നു, ഒത്തുപിടിച്ചാൽ മലയും പോരും. കൂടുതൽ പഴഞ്ചൊല്ലുകൾ. ഒത്തുപിടിച്ചാൽ മലയും പോരും. എല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ വലിയ കാര്യങ്ങളും എളുപ്പത്തിൽ നടക്കും. കൈത്തൊഴിൽ ഏറ്റവും ഉത്തമം. സ്വയം അധ്വാനിച്ചു ചെയ്യുന്ന കാര്യങ്ങളാണ് ഏറ്റവും മികച്ചത്. അധ്വാനമേ ഫലം. കഷ്ടപ്പെട്ടാൽ മാത്രമേ നല്ല ഫലം ലഭിക്കൂ. ഉള്ളതുകൊണ്ട് ഓണം പോലെ. നമുക്കുള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക. ചെറിയ തുള്ളി പെരുമഴ. ചെറിയ പ്രയത്നങ്ങൾ ചേർന്ന് വലിയ നേട്ടങ്ങളുണ്ടാകും. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്താം. കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കാൻ നൽകിയിരിക്കുന്ന രസകരമായ കടങ്കഥകളാണിവ. പിടിച്ചാൽ ഒരു പിടി, അറിഞ്ഞാൽ ഒരു മുറം. ഇതിന്റെ ഉത്തരം ചീരയാണ്. ചീര ഒരു പിടിയുണ്ടെങ്കിലും അത് വൃത്തിയാക്കിക്കഴിഞ്ഞാൽ മുറം നിറയെ ഉണ്ടാകും. അകത്തറുത്താൽ പുറത്തറിയും. ഇതിന്റെ ഉത്തരം ചക്കയാണ്. ചക്കയുടെ ഉള്ളിലെ ചുള മുറിച്ചെടുക്കുമ്പോൾ അത് പുറത്തുള്ളവർക്ക് അറിയാൻ സാധിക്കും. 2. ചേർത്തു പറയാം, എഴുതാം. 2 വാക്കുകൾ യോജിപ്പിച്ച് പുതിയൊരു വാക്കുണ്ടാക്കുന്ന രീതിയാണിത്. നിലമൊരുക്കി, നിലമൊരുക്കി. വിളവെടുത്തു, വിളവെടുത്തു. കതിരണിഞ്ഞു, കതിരണിഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്കും കളിമണ്ണുപയോഗിച്ച് പച്ചക്കറികൾ ഉണ്ടാക്കി നോക്കിക്കൂടെ? നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രകൃതിയെ സ്നേഹിക്കാം. നന്ദി.